ആരും നിർബന്ധിച്ചല്ല പാർട്ടി ചേർത്തത്. ഈ തരത്തിൽ സ്കൂളിൽ പ്രോമിനൻ്റ് ആയതുകൊണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രോമിനൻ്റ് ആയതുകൊണ്ട്, ശരിച്ച് ഈ ഇൻ്റലക്ച്വൽ വിഭാഗത്തെ പ്രസംഗം വിന്യാസമൊക്കെ അതാണ്. കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു പള്ളിയുള്ള ഹൈസ്കൂളിൽ, ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ. അവരെല്ലാം കൂടി എന്നെ ചേർത്തതാണ്. അപ്പോൾ ആരും നിർബന്ധിച്ചല്ല പാർട്ടി ചേർന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയായി കാണുമായിരിക്കണം ഈ മെമ്പർഷിപ്പ് സ്കൂട്ടറി, എൻ്റെ ബ്രാഞ്ചിൻ്റെ സ്കൂട്ടറി നടന്നു. ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. ആരും നിർബന്ധിച്ചിട്ടെല്ലാം പുതുക്കാതിരുന്നത്. ഞാനിത് ആരോടും പറഞ്ഞില്ല. സ്കൂട്ടറി നടത്തിയ ബ്രാഞ്ച് കമ്മിറ്റിയിൽ 18 പേരുണ്ട്, ഞാൻ അടക്കം 18ആണ്. സ്കൂട്ടറി നടത്തി കഴിഞ്ഞാൽ DC-യുടെ നേരെ കൺട്രോളിലുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ആ മെമ്പർഷിപ്പ് രജിസ്റ്റർ അവിടെ DC-യിലോട്ട് കൊടുക്കുക. പക്ഷേ ഇതൊരു ചാനലിൽ വന്നു. അത് DC ഓഫീസിൽ തന്നെ കൊടുക്കില്ല. ഈ 18 മെമ്പർമാരിൽ ഒരാൾ കൊടുത്തതാണ്. അതാരും ആവട്ടെ. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ അത് പരസ്യപ്പെടുത്തേണ്ടി വന്നു. ഒരു പോസ്റ്റ് ഇട്ടിട്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ മെമ്പർഷിപ്പ് കൊടുക്കുകയില്ല എന്ന കാര്യം ഞാൻ അറിയിച്ചു. കൂട്ടത്തിൽ 3-4 കാര്യങ്ങൾ കൂടി പറഞ്ഞു. അപ്പോൾ അത്ര വലിയ പോസ്റ്റൊന്നും അല്ലായിരുന്നു. അത് വലിയ തരത്തിൽ സ്വാഭാവികമായിട്ടും പ്രചാരത്തിലായി. അതിൻ്റെ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരായി ഞങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാർട്ടി സംഘടനയില്ല എന്നാണ് അർത്ഥം. എന്നാൽ ദശലക്ഷക്കണക്കിന് അനുഭാവികളാണ് പാർട്ടിക്കുള്ളത്. 10-70 ലക്ഷം വോട്ട് ഇവിടെ കിട്ടുമ്പോൾ പാർട്ടി മെമ്പർമാർ കേരളത്തിൽ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലാകെ 10 ലക്ഷം ചെല്ലുവാനേ ഉള്ളത്. 5 ലക്ഷം കേരളത്തിലാണ്. പിന്നെ കുറച്ച് ബംഗാളിലാണ് കൂടുതൽ. ഇവിടെ തമിഴ്നാട്ടിൽ കുറച്ചുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കുറച്ച്. അത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്. അതൊന്നും തന്നെ ഉപേക്ഷിച്ചില്ല. പാർട്ടി പരിപാടി അതാണ് വിപ്ലവ തന്ത്രം. അതിനകത്താണ് ഇന്ത്യയിൽ അങ്ങനെ വിപ്ലവം നടത്താമെന്ന് പറയുന്നത് പാർട്ടി പരിപാടിയിലാണ്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി മെമ്പർഷിപ്പ്, അതിന് നിബന്ധനകൾ. CPM-ൻ്റെ പാർട്ടി ഭരണഘടനയിലെ നിബന്ധനകൾ സോവിയറ്റ് യൂണിയനിലെ പാർട്ടിയുടെ ഇതിൽ നിന്നും പ്രധാനമായും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു ശൈലിയാണ് വന്നത്. കേന്ദ്രീകൃത ജനാധിപത്യവും ഉൾപാർട്ടി ഡെമോക്രസി അടക്കമുള്ള കാര്യം. അതിൽ ചെറിയ ഭേദഗതികളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ പാർട്ടി ഭരണഘടന, പാർട്ടി പരിപാടി, പിന്നെ 1951 പാർട്ടി ഒന്നായാലും നയപ്രഖ്യാപനമുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള എല്ലാ പാർട്ടി കോൺഗ്രസുകളുടെയും പ്രമേയം, രാഷ്ട്രീയ പ്രമേയങ്ങളിലെ ഐഡിയോളജിയും സ്ട്രാറ്റജിയും, അതായത് തന്ത്രവും അടവ്, ടാക്ടിക്സും, ഇതെല്ലാം ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അതെല്ലാം അംഗീകരിക്കുന്നു. മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. മൂലധനം എത്ര തവണ വായിച്ചാലും മനസ്സിലാകത്തില്ല. അത് സാമ്പത്തിക വിദഗ്ധന്മാർക്കാണ് ശരിക്കും മനസ്സിലാവുക. എന്നാലും നമുക്കത് അറിയാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയൊക്കെ ഒരു ദിവസം, ഒരു മാസം 2 തവണ വായിക്കും. പല ആവശ്യമാണ് ഇത് വായിച്ചിട്ട്. ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് മതിയാവട്ടെ. അത്ര മനോഹരമായ ഭാഷയിലാണ്. ചെറിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ ജില്ലയിൽ ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ല. 36 വർഷം ഞാൻ പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഈ ജില്ലയിൽ. എസ് രാമേന്ദ്രൻപിള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇവിടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായി മാറ്റിയിട്ടില്ല. പിന്നെ മിനിസ്റ്ററൊക്കെ ആയി അതിൻ്റെ ജോലി തിരക്ക് കാര്യമൊക്കെ വന്നപ്പോൾ 2010 ഞാനും കൂടി ഞാൻ വേണ്ട വേറെ ആളെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ 2010 മുതൽ ഞാൻ അതിൻ്റെ ചെയർമാനല്ല. ഇപ്പം ഞാൻ ജില്ലാ കമ്മിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചെയർമാൻ ആവാനൊക്കത്തുള്ളൂ. അങ്ങനെ പാർട്ടി എഡ്യൂക്കേഷന് വേണ്ടി ജില്ല മുഴുവൻ ഞാൻ പോയി. അതിനുവേണ്ടി വായിച്ചു, കൂടുതൽ പഠിച്ചു. പാർട്ടിക്കാരായിട്ടുള്ള ആരെങ്കിലും ഇല്ലാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഞാൻ വന്നു കാണും. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അങ്ങനെ തന്നെ സിൻസിയറായിട്ട് തന്നെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പാർട്ടിയെ ആക്ഷേപിക്കാനൊന്നും ഞാനില്ല. അതിൻ്റെ പരിപാടിയെ ആക്ഷേപിക്കാനുമില്ല, അതിൻ്റെ ഭരണഘടനയെ ആക്ഷേപിക്കാനുമില്ല, അതിൻ്റെ ഒരു
ഒരു രേഖയെയും സാൽക്കാപ്ലീനമായാലും പാർട്ടി കോൺഗ്രസ് ഇല്ല. 15 പാർട്ടി കോൺഗ്രസ് ചെയ്യാൻ പങ്കെടുത്തിട്ടുണ്ട്. 23 24 പാർട്ടി കോൺഗ്രസ് അല്ല ഇതുവരെ കഴിഞ്ഞത്. അതിൽ 9ാം പാർട്ടി കോൺഗ്രസ് മുതൽ ഞാൻ ഡെലിഗേറ്റാണ്. മധുരയിലെ 9ാം പാർട്ടി കോൺഗ്രസ്. 1964 വരെയുള്ള പാർട്ടി കോൺഗ്രസുകൾ ഒന്നാം പാർട്ടിയുടേത് CPM വന്ന് അംഗീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ കൂടെ പാർട്ടി കോൺഗ്രസ്. അത് കഴിഞ്ഞാണ് അടുത്തത് 7ാം പാർട്ടി കോൺഗ്രസ് മുതലാണ് CPM പാർട്ടി കോൺഗ്രസ്. 7 വരെയുള്ള 6 ചേർക്കുന്നുണ്ട്. ആ 7 മുതൽ 24 വരെയുള്ള ഈ കാലത്ത് 15 പാർട്ടി കോൺഗ്രസിനും ഡെലിഗേറ്റ് ആയിരുന്നു. അതിൽ 12 പാർട്ടി കോൺഗ്രസിനും കേരളത്തിന് വേണ്ടി സംസാരിച്ചത് ഞാനാണ്. ഒന്നീ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിപ്പോർട്ടിൽ അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ പാർട്ടിയുടെ ആശയപരമായ സാരാംശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും അത് പറയാൻ ശീലിക്കുകയും ചെയ്തു. പറയാനുള്ള വൊക്കാബുലറി ഉള്ളത് കൊണ്ട് അത് പറയുകയും ചെയ്തു. ആ നിലയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിനെതിരായി ഇനിയും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.